സമരപന്തലിൽ നിന്ന് അഷിൻ ഡിയാഗോ നമുക്കൊപ്പം ചേരുകയാണ്. അഷിൻ ഡിയാഗോ, ഗുഡ് ഈവനിംഗ്. സമരമിരിക്കുക മാത്രമല്ല, സമരത്തിനിടയിൽ മുട്ടാവുന്ന വാതിലെല്ലാം മുട്ടിനോക്കി ഇനി ഒരു വഴിയും മുന്നിലില്ലെന്ന് കണ്ണീരോടെ പറയുകയല്ലേ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന CPO ഉദ്യോഗാർത്ഥികൾ? സുജിയ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ്, കഴിയാവുന്നത്ര പരമാവധി ഇവർ ശ്രമം നടത്തുകയാണ്. ഏപ്രിൽ 19 കാലാവധി അവസാനിക്കുന്നതിന് മുമ്പ് കുറച്ചു പേർക്കെങ്കിലും ഈ ഒരു നിയമനം ലഭിക്കും എന്നൊരു പ്രതീക്ഷയിൽ തന്നെയാണ് ഉദ്യോഗാർത്ഥികൾ ഉള്ളത്. അതിനു മുമ്പ് തന്നാൽ കഴിയുന്നതെല്ലാം ചെയ്യുകയാണ് ഈ ഉദ്യോഗാർത്ഥികൾ എന്നുള്ളതാണ്. കഴിഞ്ഞ 7 ദിവസമായി തിരുവനന്തപുരത്തെ ഈ ഒരു സെക്രട്ടേറിയറ്റിന് മുന്നിൽ നിരാഹാര സമരം അനുഷ്ഠിച്ച് വരികയാണ് ഈ ഉദ്യോഗാർത്ഥികൾ. പക്ഷേ ഇത്രയും ദിവസമായിട്ടും ഒരാഴ്ച പിന്നിടുന്നു, സർക്കാർ ഇവരുടെ കാര്യത്തിൽ ഒരു ഇടപെടൽ അല്ലെങ്കിൽ ഇവർക്ക് ഒരു പ്രശ്നപരിഹാരത്തിന് ചർച്ചയ്ക്ക് വിളിക്കുകയോ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കഴിഞ്ഞ തവണയടക്കം 90%-ലധികം നിയമനം നടന്ന ഒരു ലിസ്റ്റിലാണ് ഇത്തവണ 30%-ൽ താഴെ മാത്രം ഒരു നിയമനം നടന്നിരിക്കുന്നത്. അതുതന്നെ ഏറ്റവും വലിയൊരു നീതി നിഷേധമാണ് എന്നുള്ളതാണ് ഇപ്പോൾ ഉദ്യോഗാർത്ഥികൾ പറയുന്നതും. പലരും ഇപ്പോൾ ആശുപത്രിയിലേക്ക് മാറിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. രാവിലെ തന്നെ ഇവർ മുട്ടിലിടഞ്ഞ ഒരു പ്രതിഷേധം നടത്തിയിരുന്നു. ഈ പ്രതിഷേധത്തിന് പിന്നാലെ നിരവധി പേരാണ്, ആദ്യം ധന്യ എന്ന ഒരു ഉദ്യോഗാർത്ഥിയാണ് ആശുപത്രിയിലേക്ക് മാറ്റിയതെങ്കിലും പിന്നീട് പല ആളുകളും വയ്യാതായി ആശുപത്രിയിലേക്ക് മാറുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. പക്ഷേ അപ്പോഴും ആരൊക്കെ ഇവിടെ നിന്ന് പോയാലും സമരം തുടരുക തന്നെ ചെയ്യും എന്നുള്ള ഉറച്ച വിശ്വാസത്തിൽ തന്നെയാണ് ഈ ഉദ്യോഗാർത്ഥികൾ ഉള്ളത് എന്നുള്ളതാണ്. ഇനി എന്തു ചെയ്യണം എന്നുള്ളതാണ് ഇവർക്ക് മുന്നിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. രാത്രിയും സമരം തുടരും. ഇനി 11 ദിവസങ്ങൾ മാത്രമാണ് ഉള്ളത്. 11 ദിവസത്തിൽ തങ്ങൾക്ക് കഴിയുന്ന അത്ര പ്രതിഷേധം ഇവിടെ അറിയിക്കും. മുട്ടാൻ കഴിയുന്ന വാതിലിലൊക്കെ ഇവർ മുട്ടുകയും ചെയ്യും എന്നുള്ളതാണ് ഇപ്പോൾ ഈ ഉദ്യോഗാർത്ഥികൾ പറയുന്നത്. ഇനി 11 ദിവസമല്ലേ ബാക്കിയുള്ളൂ. പ്രതീക്ഷകൾ അസ്തമിച്ചിട്ടുണ്ടോ? ഇപ്പോഴും ഗവൺമെൻറ് നമുക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുന്നത് തന്നെയാണ് വിശ്വസിക്കുന്നത്. പിന്നെ എന്താ വെച്ചാൽ യൂട്യൂബിലൊക്കെ ഒരുപാട് കമൻസ് കാണുന്നുണ്ട്, നിങ്ങൾക്ക് ഈ ഗവൺമെൻറ് ജോലിയിൽ ജീവിക്കാൻ പറ്റില്ലേ, വേറെ എന്തെങ്കിലും ജോലി ചെയ്ത് ജീവിച്ചൂടെയെന്ന്. കഷ്ടപ്പെട്ട് പഠിച്ച് റാങ്ക് ലിസ്റ്റിൽ വന്ന ആ ജോലിയല്ലേ ചോദിക്കുന്നത്. അതുപോലെ മുഴുവൻ നിയമനം നടത്താൻ പറ്റുമെന്ന് ചോദിക്കുന്നുണ്ട്. നമുക്കിപ്പോൾ 100ഓളം ഡിലീഷനും NJD എല്ലാം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് കുറച്ച് പേര് മാത്രമേ ഇനി റാങ്ക് ലിസ്റ്റിൽ ബാക്കിയുള്ളൂ. പക്ഷെ അതുപോലെ നടത്താൻ അവർ തയ്യാറാവുന്നില്ലെങ്കിൽ പിന്നെ എന്താ പറയുക, ആകെ ഭയങ്കര വിഷമത്തിലാണ്. പിന്നെ എന്താ വെച്ചാൽ വേറൊരു ജോലിക്ക് വേണ്ടിയിട്ട് എന്താ ട്രൈ ചെയ്യാത്തതെന്ന് ചോദിക്കുന്നുണ്ട്. നമ്മൾ എക്സാം എഴുതി കഴിഞ്ഞിട്ട് ഫിസിക്കലിന് പോകുന്ന സമയത്ത് ഏകദേശം ഡെലിവറി എൻ്റെയൊക്കെ എന്ന് പറഞ്ഞാൽ 2 വയസ്സ് ഉള്ള കുഞ്ഞിനെ ഇട്ടിട്ട്, പാൽ കുടിക്കുന്ന കുഞ്ഞിനെ ഇട്ടിട്ടാണ് ഞാൻ ഗ്രൗണ്ടിൽ പ്രാക്ടീസിന് പോയത് ആ സമയത്ത്. അപ്പം ആ ഒരു സമയത്ത് വേറൊരു എക്സാമിന് വേണ്ടി പഠിക്കാനുള്ളൊരു സാഹചര്യമൊന്നും ആയിരുന്നില്ല. എല്ലാം കൂടി മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ നമുക്ക് പറ്റില്ല. അപ്പോൾ ആ സമയത്ത് 6 മാസത്തോളമുള്ള കഷ്ടപ്പാടും കഴിഞ്ഞിട്ടാണ് ഫിസിക്കലും കഴിഞ്ഞിട്ട് നമ്മൾ ഈ റാങ്ക് ലിസ്റ്റിൽ വരുന്നത്. അപ്പോൾ ആ സമയത്ത് എങ്ങനെയാണ് വേറൊരു എക്സാമിന് വേണ്ടിയിട്ട് ട്രൈ ചെയ്യുന്നത്? പിന്നെ ഇതൊരു സ്വപ്നമാണ്, വേറൊരു ജോലിയും കിട്ടാത്തതുകൊണ്ട് ഇതെടുക്കുന്ന അങ്ങനെയൊന്നല്ല. പോലീസ് യൂണിഫോം അണിയണം എന്നുള്ളത് ഇതിനകത്ത് എനിക്ക് തോന്നുന്നു ഭൂരിഭാഗം ആൾക്കാരുടെയും അങ്ങനെ ആഗ്രഹിച്ചു വന്നവരാണ്. അഷിൻ ഡിയാഗോ.